നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. നിരവധിയായ പ്രശ്നങ്ങൾ നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഒരു ഭാഗത്ത് തുടരുന്ന വലിയ പ്രശ്നങ്ങൾ, നമ്മുടെ സിനിമാ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അനഭിലഷണീയമായ ഇത്തരം കാര്യങ്ങൾ സിനിമാ മേഖലയെ വളരെയേറെ പ്രതികൂല കാലാവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയമാണ് ഇന്നത്തെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചർച്ച ചെയ്യുന്നത്. സിനിമാ പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. ജനുവരി 10 മുതൽ എ ക്ലാസ് തിയേറ്ററുകളും കൂടി അടച്ചിടുന്നു. ഇതിനിടെ മലയാള സിനിമയ്ക്ക് കനത്ത നഷ്ടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ സമരം വേഗം അവസാനിപ്പിക്കണമെന്ന് ഫെഫ്ക ആവശ്യപ്പെട്ടു. സർക്കാരും ഈ വിഷയത്തിൽ ഇടപെടുന്നുവെന്ന സൂചനകൾ നൽകിയിരിക്കുന്നു. ഈ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഏതായാലും ചർച്ചയിൽ പങ്കുചേർന്ന് നമ്മോടൊപ്പം സംസാരിക്കാനായി ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ കല്ലിയൂർ ശശി ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ശ്രീ വിജയകൃഷ്ണ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ഷാജു അഗസ്റ്റിനക്കര കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും ചേരുന്നതാണ്. മറ്റു ചില അതിഥികൾ ടെലിഫോണിലും നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരും. ചർച്ചയിലേക്ക് എത്താം. ഒരു ഇടവേള. ഏതായാലും നിലവിൽ കടുംപിടുത്തം തുടരുന്ന സാഹചര്യത്തിൽ സിനിമാ പ്രതിസന്ധിയിൽ യാതൊരു പരിഹാരവുമാകാതെ മുന്നോട്ട് പോകുകയാണ്. ചില പ്രതീക്ഷകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്നൊക്കെ കരുതപ്പെടുന്നുണ്ടെങ്കിലും ഇതെങ്ങനെയാണ് സിനിമാ ഇൻഡസ്ട്രിയെ പൊതുവിൽ ബാധിച്ചിട്ടുള്ളത്? ഇവിടെ പലരും പരസ്പരം കുറ്റം പറയുന്നതിനപ്പുറത്ത് നിന്ന് യാഥാർത്ഥ്യം എന്താണ് എന്നിപ്പോഴും ജനങ്ങൾക്ക് മുൻപിലേക്ക് കാര്യങ്ങൾ കൃത്യമായി എത്തേണ്ടതുണ്ട്. ഏതായാലും ചർച്ചയിലേക്ക് കടക്കുകയാണ്. ശ്രീ വിജയകൃഷ്ണ, ഇവിടെ നമുക്കറിയാം പല ആവർത്തി ഇതുപോലെ ചർച്ചകൾ നടക്കുന്നു, ചർച്ചകൾ അലസിപ്പോകുന്നു. ഓരോ ഘട്ടത്തിലും പ്രതീക്ഷകളായിരുന്നു. അത് ഏറ്റവും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മുടെ ക്രിസ്മസ് റിലീസിന്റെ സമയത്തായിരുന്നു. ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് ഇത്രയേറെ ഒരു തിരിച്ചടി സിനിമ ഇൻഡസ്ട്രിക്ക് നൽകുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ന്യായീകരിക്കാനാകുന്നതല്ല. അത് ആരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണെങ്കിലും ഇതുവരെയുള്ള ഈ ക്രൈസിസ് ഇത് ഇത്രയേറെ നീട്ടിക്കൊണ്ടു പോയതിന് എവിടെയൊക്കെയോ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയാതെ വയ്യ. ഈ ഒരു ക്രൈസിസിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഇത് എല്ലാവരും ഉൾപ്പെടുന്ന ഈ തർക്കം നടത്തുന്നു എന്ന് പറയുന്നവരും അല്ലെങ്കിൽ തർക്കത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും എല്ലാവരെയും കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് പൊതുവായി തന്നെ മലയാള സിനിമാ വ്യവസായത്തെ ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് ശിവജയകൃഷ്ണ? എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഇതിൽ പങ്കാളികളാണെന്ന്. കാരണം മിക്കവർക്കും അറിയാം ഇത് തിയേറ്റർ ഉടമകൾ തന്നെയാണ് ഇതിലെ പ്രതികൾ ശരിക്ക്. കാരണം ഇവർക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു തോന്നൽ വരാൻ ഒരു കാരണമുണ്ട്. പണ്ട് തൊട്ടേ ഇവരെക്കുറിച്ച് പരാതികളുണ്ട്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ടാക്സ് വെട്ടിക്കുന്നു, പിന്നെ അതുപോലെ പലപ്പോഴും ഫിലിം റെപ്രസെൻറ്റേറ്റീവ്സിനെ കൂടെ കൂട്ടുപിടിച്ച് ഇവർ കളക്ഷനിൽ കൃത്രിമം കാണിക്കുന്നു. ഈ തുകയൊക്കെ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. കാരണം ഇങ്ങനെയുള്ള തുക കിട്ടാവുന്ന ഒരേ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ തിയേറ്റർ ഉടമകളാണ്. പ്രൊഡ്യൂസേഴ്സിനൊന്നും അങ്ങനെ കിട്ടില്ല. അപ്പോൾ അതിപ്പോൾ കുറേശ്ശെ കുറഞ്ഞു വരികയാണ്. ഇപ്പം ടാക്സിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് കൃത്യമായിട്ടൊക്കെ വരുന്നത് കൊണ്ട് പഴയതുപോലെ ഇതിലൊന്നും കൃത്രിമം കാണിക്കാൻ കഴിയാതെ വരുന്നു. ഇതാണ് ഇവർക്ക് ഇങ്ങനെ പെട്ടെന്ന് ഈ അവരുടെ വിഹിതം കൂട്ടാൻ കാരണമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒരു കടുംപിടുത്തം അവർ പിടിക്കുന്നു എന്ന് പറയുന്നത് അതൊരു സംസ്കാരത്തിൻ്റെ പ്രശ്നമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പറയാം. നമ്മുടെ ഈ മാതൃഭാഷയോട് ഇത്രയും കൂറില്ലാത്ത ഒരു വിഭാഗം കേരളത്തിൽ വേറെ ഇല്ല. അവർക്ക് മലയാള സിനിമ വരുമ്പം അവരുടെ വാതിലുകളൊക്കെ അടയ്ക്കും. അന്യഭാഷാ സിനിമകൾ വരുമ്പോൾ ഈ വാതിൽ മലർക്കെ തുറന്നു കൊടുക്കും. എപ്പോഴൊക്കെയാണോ മലയാളത്തിലെ പ്രധാനപ്പെട്ട സിനിമകൾ കളക്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ള സിനിമകൾ വരുന്നത് ആ സമയത്ത് എന്തെങ്കിലും കാരണം പറഞ്ഞ് അവർ സമരത്തിന് പോകുന്നു, തിയേറ്ററുകൾ അടച്ചിടുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് രജനീകാന്തിൻ്റെയോ വിജയിയുടെയോ ഒക്കെ സിനിമകൾ ഇങ്ങോട്ട് വരുമ്പം അവർ വാതിൽ തുറന്നു കൊടുക്കുകയും അവർക്കെല്ലാ സൗകര്യം ഒരുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ സ്വന്തം ഭാഷയെ അവഹേളിക്കുന്ന ഒരു നയമാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് വാസ്തവത്തിൽ ഇത്തരം ചർച്ചകളുടെ തന്നെ ആവശ്യമില്ലാതെ ഈ പരസ്പരം പല തലങ്ങളിൽ ചർച്ച നടക്കുന്നു, സർക്കാരുമായിട്ട് ചർച്ച നടത്തുന്നു, വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു മാർഗ്ഗമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഇതര ഭാഷാ ചിത്രങ്ങൾക്ക് ടാക്സ് കൂടുതലാണ്. നമ്മൾ വളരെ വിശാല ബുദ്ധിയുള്ളവരാണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ സാഹിത്യത്തിൽ നോക്കൂ, മലയാളത്തിൽ എല്ലാ ഭാഷകളിൽ നിന്നുള്ള വിവർത്തനങ്ങൾ ധാരാളം വരും. പക്ഷെ മലയാളത്തിൽ നിന്നുള്ള വിവർത്തനങ്ങൾ മറ്റു ഭാഷകളിലുണ്ടോ? വളരെ കുറവാണ്. ഇത് തന്നെയാണ് സിനിമയെ സംബന്ധിച്ചുള്ള സ്ഥിതി. കാരണം നമ്മൾ അന്യഭാഷാ ചിത്രങ്ങൾക്ക് കൂടുതൽ ടാക്സ് വരരുത്, നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ചിത്രങ്ങളെപ്പോലെ തന്നെ അതിനെ കരുതുന്നു. പക്ഷേ അത് പോരാ. ഇവരുടെ ഈ നിലപാട് വെച്ചിട്ട് അതിനൊരു തിരിച്ചടി കൊടുക്കണമെങ്കിൽ സർക്കാർ ഈ ഇതര ഭാഷാ ചിത്രങ്ങൾക്ക് കൂടുതൽ ടാക്സ് വിരിക്കണം. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ ഇതര ഭാഷാ ചിത്രങ്ങളോടുള്ള ആ ആഭിമുഖ്യം കുറച്ച് കുറയും എന്നുള്ളതാണ് ഞാനിതിന് പെട്ടെന്നൊരു പോംവഴിയായിട്ട് കാണുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും ഇത് അവരായിട്ട് തുടങ്ങി വെച്ച ഒരു സമരമാണ്. അവർക്ക് മാത്രമേ ഇതിൽ താല്പര്യമുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സിനിമ നിർമ്മിച്ച ആളുകൾക്ക് അത് പാഴായി പോവുകയല്ലേ? ഇനിയിപ്പോൾ എപ്പോൾ റിലീസ് ചെയ്താലും ക്രിസ്മസിന് റിലീസ് ചെയ്തതിൻ്റെ പ്രയോജനം അവർക്ക് കിട്ടുമോ? അപ്പോൾ ആ സിനിമാ നിർമ്മാതാക്കൾക്ക് എന്താ ഇതിൽ കാര്യം? ഇതിൽ ഇങ്ങനെ നിർത്തിവെക്കണമെന്ന് അവർക്ക് എന്തെങ്കിലും വിചാരമുണ്ടോ? ഇല്ല. അപ്പം ഒരു വിഭാഗത്തിൻ്റെ താല്പര്യമാണ്. അതുകൊണ്ട് എല്ലാവരും തർക്കം നടത്തുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഒരു വിഭാഗത്തിൽ നിന്നാണ് ഈ തർക്കം വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ കല്ലിയൂർ ശശി, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലപ്പോഴും മീറ്റിങ്ങുകൾക്ക് ഒടുവിലൊക്കെ കേൾക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് അന്യഭാഷാ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ തിയേറ്റർ ഓടിച്ചുകൊള്ളാം എന്നൊക്കെ ഒരു തരത്തിലേക്കൊക്കെ പലപ്പോഴും ചർച്ചകൾ പോകുന്നു. സ്വാഭാവികമായും ചർച്ചകൾ നടത്തുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പഴിചാരകളിലേക്ക് പോകുന്നതാണോ? എന്താണ് യഥാർത്ഥത്തിൽ തുടർച്ചയായി ഇത്തരത്തിൽ ചർച്ചകൾ അലസിപ്പോകാനുള്ള കാരണം? ഇത് അന്യഭാഷാ ചിത്രങ്ങൾ കളിക്കുമെന്ന് ഏതാണ്ട് ഇപ്പോൾ ഈ ഒരു 16-ാം തീയതി മുതലുള്ള പ്രതിസന്ധി നിലനിന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ മലയാള സിനിമ ഓടിക്കൊണ്ടിരുന്ന സിനിമയും വിതരണ നിർമ്മാണ മേഖല പിൻവലിച്ചതിന് ശേഷമാണ് അവർ പരസ്യമായി പ്രസ്താവിച്ചത്, ഞങ്ങൾ അന്യഭാഷാ ചിത്രങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടോളാം, അല്ലെങ്കിൽ ഞങ്ങളത് കളിച്ച് നേടിക്കൊള്ളാം എന്നൊക്കെ. ഈ അന്യഭാഷാ ചിത്രങ്ങൾ അവർക്കറിയാം. പൊങ്കൽ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലാണ്. ആ സമയത്ത് എന്തായാലും 1-2 സൂപ്പർ സ്റ്റാർ സിനിമകൾ തമിഴിലുണ്ടാവും, അത് കേരളത്തിലും സൈമിൾട്ടേനിയസ് ആയിട്ട് റിലീസാവും. അപ്പോൾ അതിനെ ഒരു ചൂട് പിടിച്ചിട്ട് അവരൊരു ധൈര്യം ഉള്ളതാണ്. പക്ഷേ എത്ര നാൾ ഈ അന്യഭാഷാ ചിത്രം കളിച്ചു പോകും? ഈ അന്യഭാഷാ ചിത്രം മാത്രം വച്ചിട്ട് എത്ര നാൾ ഈ തിയേറ്റർ നടത്തും? ഇവിടെ മലയാള സിനിമകൾ വേണ്ടേ? മലയാള സിനിമകൾ കളിക്കുന്നതിനല്ലേ ഈ കേരളത്തിലെ തിയേറ്ററുകൾ തുറന്നിരിക്കേണ്ടത്? അതല്ലാതെ അന്യഭാഷാ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അവരാദ്യം ചിന്തിക്കേണ്ടത് അവരായിട്ട് തുടങ്ങി വെച്ച ഒരു പ്രക്രിയ അവസാനിപ്പിക്കുക. അതാണ് സർക്കാരും അവരുടെ മുന്നിൽ വെച്ച നിർദ്ദേശം. അവരുടെ മുന്നിൽ വെച്ച നിർദ്ദേശം എന്താണ്? ഇത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തു പോവുക, നമുക്ക് ഇതിനൊരു പരിഹാരം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം, ഇതിനെ പറ്റി അന്വേഷിച്ച് പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാം, അതുവരെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ആ യോഗത്തിൽ നിന്ന് അവർ ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്തതാണ് ആദ്യം. അതിനു മുമ്പ് തന്നെ ഈ ട്രേഡ് ബോഡിയുടെ അപ്പക്സ് ബോഡിയായ കേരള ഫിലിം ചേംബർ ഇനിഷ്യേറ്റീവ് എടുത്തു. അവിടെയും ഇത് തന്നെയാണ് അവർ ആവർത്തിച്ചത്, ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ മൂല കാരണമെന്ന് പറയുന്നത് വളരെ വർഷങ്ങളായി നിലനിന്നു പോന്ന ഒരു സിസ്റ്റത്തെ ഒരു സുപ്രഭാതത്തിൽ അവർ അട്ടിമറിക്കുകയാണ്. അതായത് 60-40 എന്ന് പറയുന്ന ഒരു റേഷ്യോയിൽ ഇവിടെ സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ധാരാളം സിനിമകൾ കഴിഞ്ഞ 13 വർഷമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമ ഒരു നല്ലവണ്ണം ഓടുന്ന ഒരു സിനിമ റിലീസ് കഴിഞ്ഞിട്ട് അതിൻ്റെ പിക്ചർ എൻഡിങ് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കുക. ദയവ് ചെയ്ത് പത്രക്കാരത് നോക്കേണ്ടതാണ്. അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിനകത്ത് അവർ വിഹിതം കണക്ക് കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ തിയേറ്ററുകാർക്കായിരിക്കും കിട്ടുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. 25 ലക്ഷവും 30 ലക്ഷവും പുലിമുരുകന് സാധാരണ തിയേറ്ററുകൾ തിരുവനന്തപുരം പോലെയുള്ള നഗരത്തിൽ അത് വളരെ വലിയ സംഖ്യയാണ്. എങ്കിലും സാധാരണ ഒരു തിയേറ്ററിൽ 25-30 ലക്ഷം രൂപ നിർമ്മാതാവിന് വിഹിതമായി കിട്ടിയിട്ടുണ്ട്. അതേ സമയത്ത് പിക്ചർ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കിയാൽ അത് ഏതാണ്ട് 30, 35, 40 ലക്ഷം രൂപയാണ് തിയേറ്ററുകാർക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ എവിടെയാണ് ഈ നഷ്ടക്കണക്കുകൾ? ഇത് ചെയ്യാനാണ് ഈ പറയുന്നത്? ഞങ്ങൾക്ക് നഷ്ടത്തിലാണ് ഞങ്ങൾ തിയേറ്റർ ഓടിക്കുന്നത്, ഞങ്ങൾ നഷ്ടത്തിലാണ്. ഇത് കഴിഞ്ഞ കുറേ കാലമായി ആവർത്തിക്കുന്ന കാര്യമാണ്. ഇവിടെ ഈ സമീപകാലത്തൊന്നും കറണ്ട് ബില്ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടാക്സോ സർക്കാരോ അല്ലെങ്കിൽ മറ്റേതോ ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്താണ് കൂടിയത് ഇവിടെ? ഒരു സിനിമയുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നവൻ അവൻ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ കൊടുക്കുമ്പോൾ ലോകത്തെവിടെയാണ് ഒരു ഏജൻസിക്ക് 50% വിഹിതം കിട്ടുക? ലോകത്ത് ഏതെങ്കിലും ഒരു ബിസിനസ് നടപ്പുള്ള കാര്യമാണോ? അതായത് പണ്ടൊക്കെ 2 കോടി 3 കോടി രൂപ മുടക്കി ഒരു സിനിമ എടുക്കാമായിരുന്നു. ആ 2 കോടി എന്നുള്ളത് 5 കോടിയായി 6 കോടിയായി ഇന്നത് എത്തി നിൽക്കുന്നത് പുലിമുരുകനെ പോലുള്ള സിനിമ 25-30 കോടി രൂപയിലാണ്. സാധാരണ ഒരു സിനിമ എടുക്കാൻ ഏതാണ്ട് 10 കോടിയിലധികം രൂപ ചെലവാക്കുന്നു. ഈ 10 കോടി എവിടെ നിന്നുണ്ടാകുന്നു ആ നിർമ്മാതാവിന്? ഒരു പക്ഷേ ആ സിനിമ പരാജയപ്പെട്ടാൽ അയാൾക്ക് ഒരു ഗ്യാരണ്ടിയുമില്ല. ആ 10 രൂപയും
പോയി എന്ന് കണക്കാക്കിയാൽ മതി. ഈ തിയേറ്ററുകാർക്ക് നവീകരിച്ചു, 2.5 കോടി രൂപ മുടക്കി ഞങ്ങൾ നവീകരിച്ചു, അല്ലെങ്കിൽ 2 കോടി രൂപ മേടിച്ച് നവീകരിച്ചു എന്ന് പറയുന്ന തിയേറ്റർ എക്കാലവും നിലനിൽക്കുന്ന തിയേറ്ററാണ്. അവരുടെ ആസ്തി അവിടെ തന്നെ നിലനിൽക്കുന്നു. പക്ഷേ ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം മുടക്കുന്ന പൈസ നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ടത് തന്നെ, ഒരിക്കലും അത് തിരിച്ചു കിട്ടത്തില്ല. അങ്ങനെ ഒരു 4-5 സിനിമകളിൽ വളരെ യാതനകൾ അനുഭവിച്ച ഒരു നിർമ്മാതാവാണ് ഈ പുലിമുരുകൻ്റെ ഈ മുളകുപാടം ഫിലിംസിൻ്റെ ടോമിച്ചൻ എന്ന് പറയുന്ന ആൾ. കഴിഞ്ഞ 3-4 പടങ്ങളായിട്ട് അദ്ദേഹം നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമേ നിരത്താനുള്ളൂ. പക്ഷേ എന്തുകൊണ്ടോ ദൈവം അനുഗ്രഹിച്ച് ഈ ഒരു സിനിമ അദ്ദേഹത്തിന് ലാഭമുണ്ടായി കൊടുത്തു. പല പഴയ നഷ്ടങ്ങൾ കുറേയെങ്കിലും അദ്ദേഹത്തിന് നികത്താൻ പറ്റി. ഇതെപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും വളരെ വേഗം ചർച്ചയിലേക്ക് എത്താം. ഒരിടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സിനിമാ പ്രതിസന്ധിയെക്കുറിച്ചാണ് നിലവിൽ എ ക്ലാസ് തിയേറ്ററുകൾ കൂടി അടച്ചിടാനുള്ള ഒരു തീരുമാനം വന്ന സാഹചര്യത്തിൽ അതെങ്ങനെയായിരിക്കും സിനിമാ ഇൻഡസ്ട്രിയെ ബാധിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എത്താം ഒരിടവേള. ചർച്ചയിലേക്ക് വരികയാണ് തിരികെ. ഒരുപക്ഷെ ശ്രീ വിജയകൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ സ്ട്രോങ് ആയ ഒരു സംഘടനകളുടെ ഒരു അടുക്കും ചിട്ടയും കൂടി ഉണ്ട് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക്. പല ഘട്ടത്തിലും അത് ഗുണം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ അതിനും അതീതമായിട്ട് എങ്ങനെ നിൽക്കാൻ പറ്റുന്നു? പ്രത്യേകിച്ച് ഫിലിം ചേംബർ പോലെയൊക്കെ പല ഘട്ടത്തിലും ഇനിഷ്യേറ്റീവ് എടുത്ത് മീറ്റിങ്ങുകൾ നടത്തിയതാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ്റെ ഒക്കെ നിലപാടുകൾക്ക് എങ്ങനെ പോകാൻ സാധിക്കുന്നു? സംഘടനകൾ വളരെ ശക്തമായ നാടാണ് നമ്മുടേത്. പക്ഷേ സംഘടനകൾ പലപ്പോഴും ശരിയായ ദിശയിലല്ല പോകുന്നത്. എല്ലാ സംഘടനകളെക്കുറിച്ച്, ഞാൻ എക്സിബിറ്റേഴ്സ് ഫെഡറേഷനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. പലപ്പോഴും ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നോക്കിയാൽ ഈ മറ്റുള്ളവരെ എങ്ങനെ ഒതുക്കാം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. വിലക്കുകൾ വയ്ക്കുക, മറ്റുള്ളവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക, ഇക്കാര്യത്തിൽ എല്ലാവർക്കും പങ്കുണ്ട്. പക്ഷേ ഈ ഒരു പ്രത്യേക അവസരത്തിൽ നമ്മൾ എക്സിബിറ്റേഴ്സ് ഫെഡറേഷനിലാണ് കൂടുതൽ തെറ്റ് നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ തിയേറ്ററുകൾ നവീകരണം എന്ന് പറയുന്നത് അത് സ്വാഭാവികമായ ഒരു നടപടിയാണ്. ഇപ്പോൾ എവിടെയാണ് എന്താണ് നവീകരിക്കപ്പെടാത്തത്? നമ്മുടെ നാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പഴയതുപോലെയാണോ ഇപ്പോൾ ഒരു ചായക്കട പോലും പഴയ രീതിയിലാണോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്? കാലത്തിനനുസരിച്ച് എല്ലാം മാറുന്നുണ്ട്. അപ്പോൾ തിയേറ്ററുകൾക്കും മാറാതിരിക്കാൻ വയ്യ. അതിനനുസരിച്ച് അവരവരുടെ റേറ്റൊക്കെ കൂട്ടിയിട്ടുണ്ട്. പഴയ കാലത്തെ റേറ്റ് അല്ലല്ലോ ഇപ്പോൾ വാങ്ങുന്നത്. പക്ഷേ അനുപാതക്രമം മാറുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒട്ടും തന്നെ സ്വീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ശശി പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രൊഡക്ഷനിൽ കൂടുതൽ എന്ന് പറയുന്നത് പോലെ തിയേറ്റർ പരിഷ്കരിച്ചതിൽ ചിലവ് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റും വളരെയേറെ കൂടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഈ തിയേറ്റർ അവിടെ സ്ഥായിയായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അവർക്ക് എത്ര നഷ്ടം ഉണ്ടായാലും അവർക്ക് തിയേറ്ററും അത് നിൽക്കുന്ന ഭൂമിയും ഒക്കെ അവരുടെ സ്വന്തമായിട്ടുണ്ട്. പക്ഷേ സിനിമയെ സംബന്ധിച്ചോളം നഷ്ടം വന്നാൽ അത് പുകയായി പോവുകയാണ്. വേറൊന്നും അതിൽ നിന്ന് തിരിച്ചെടുക്കാനില്ല. ആ ഒരു നിസ്സഹായത ഈ സിനിമാ നിർമ്മാതാക്കളുണ്ട്. അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ആലോചിച്ച എത്ര സിനിമകളാണ് ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത്. ബഹുഭൂരിപക്ഷം സിനിമകളും നഷ്ടത്തിലാണ് പോകുന്നത്. നേരെ മറിച്ച് തിയേറ്ററുകാരെ കുറിച്ച് അത്രയും നഷ്ടമൊന്നും പറയാനില്ല. തിയേറ്ററുകാർക്ക് തീർച്ചയായിട്ടും പുലിമുരുകൻ പോലെ ഒരു സിനിമയൊക്കെ വരുമ്പോൾ അവർക്ക് കൂടുതൽ ലാഭം കിട്ടുന്നു. അല്ലാത്തപ്പോൾ ആ ലാഭവിധത്തിൽ ഒരല്പം കുറവ് വരുന്നു എന്നല്ലാതെ ഇപ്പം ഈ ശതമാനം കൂട്ടിയത് കൊണ്ടൊന്നും അവർക്ക് കൂടുതൽ കിട്ടാൻ പോകുന്നില്ല. ഒരു ആൾ കയറാത്ത ഒരു ചിത്രത്തിൽ നിന്ന് അവർക്ക് ശതമാനം കൂട്ടിയെന്ന് പറഞ്ഞ് എന്തെങ്കിലും കൂടുതൽ കിട്ടുമോ? അതേസമയം ആ നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് പല നേട്ടങ്ങളുണ്ട്. അവർക്കിപ്പം കിട്ടുന്ന ആ ഒരു ശതമാനം കിട്ടുമ്പോൾ അവർക്ക് അതൊരു ആശ്വാസമാണ്. കാരണം ഇപ്പോൾ ഉള്ളത് തന്നെ വീണ്ടും കുറഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ന്യായം മറ്റുള്ളവരുടെ ഭാഗത്ത് തന്നെ, ഈ തിയേറ്ററുകാരുടെ ഭാഗത്ത്. അവിടെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലും എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചകൾ വന്നു. ഈ പറഞ്ഞതുപോലെ മീറ്റിങ്ങുകളിൽ ഇറങ്ങിപ്പോവുക, എക്കബാലിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള മീറ്റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിലപാടുകളും കൂടി ഇതിനകത്തൊരു പ്രശ്നങ്ങൾ കൂടെ സങ്കീർണമാണ്. തീർച്ചയായിട്ടും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെയുള്ള ഈ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ ഏറ്റവും അധികം ധാർഷ്ട്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു സംഘടന എന്ന് പറയുന്നത് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ തന്നെയാണ്. അത് നമുക്ക് വളരെ പ്രകടമായിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ പൊതുജനങ്ങളുണ്ടല്ലോ, പൊതുജനങ്ങൾക്ക് തന്നെ ഒരു വെറുപ്പാണ് ഈ തിയേറ്റർ ഉടമകളെ കുറിച്ചുണ്ടായിട്ടുള്ളത്. കാരണം അവിടുത്തെ കൃത്രിമങ്ങളൊക്കെ ഒരു സാധാരണ സിനിമ പ്രേക്ഷകൻ എന്ന നിലയിൽ എന്നെ പോലെയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലെയും തിയേറ്ററിനകത്ത് പോയിട്ടുണ്ട്. ഈ
തിയേറ്ററുകളിൽ അരമണിക്കൂർ കഴിയുമ്പോൾ AC ഓഫാക്കുന്നു, മറ്റെല്ലാ സൗകര്യങ്ങളും കുറയ്ക്കുന്നു, പല കൃത്രിമത്വങ്ങളും അതെ അതെ പല കൃത്രിമത്വങ്ങളും നടത്തുന്നുണ്ട്. സൗണ്ട് സിസ്റ്റം അതിൻ്റെ പൂർണ്ണതയിൽ നിന്ന് പുറകോട്ട് പോകുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് അവർ പരിഷ്കരിച്ചു എന്ന് അവകാശപ്പെടുകയും ചെയ്യും. അപ്പം അങ്ങനെ ഏതെല്ലാം തരത്തിൽ ലാഭം ഉണ്ടാക്കാവോ ആ തരത്തിലൊക്കെ ലാഭം ഉണ്ടാക്കുന്ന ഒരു വിഭാഗമാണ് ഈ തിയേറ്റർ ഉടമകളെന്ന് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് കൂടെ അറിയാം. അങ്ങനെ അറിയുന്നത് കൊണ്ടാണ് ഈ സമരത്തിൽ തീർച്ചയായിട്ടും അവർ ഈ തിയേറ്റർ ഉടമകളുടെ ഭാഗത്ത് ആരും നിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവരിത് നീട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ അതിനവർ കനത്ത വില കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് ശ്രീ കലിയൂർ ശശി, അതായത് വിഷയം നീണ്ടു പോകുമോ എന്നുള്ളൊരു ആശങ്ക മലയാളം സിനിമാ ഇൻഡസ്ട്രിയിൽ പൊതുവിലുണ്ടോ, ജനങ്ങൾക്കുണ്ടോ? ഈ ആശങ്ക ഞങ്ങൾക്കുമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 16-ാം തീയതി, അതായത് ഡിസംബർ 16-ാം തീയതി റിലീസ് ചെയ്യേണ്ട 2 സിനിമകളുണ്ടായിരുന്നു. ഡിസംബർ 23-ന് ഫെസ്റ്റിവൽ സീസൺ റിലീസ് ചെയ്യേണ്ട മറ്റ് 4 സിനിമകളും ഉണ്ടായിരുന്നു. അതിൽ താരതമ്യേന വളരെ കോസ്റ്റ് കുറഞ്ഞ 2 സിനിമകളും താരതമ്യേന വലിയ കോസ്റ്റ് മുടക്കിയിട്ടുള്ള 4 സിനിമകളുമാണ് ഉണ്ടായിരുന്നത്. ഈ 4 സിനിമയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു. അതിന് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒരു ഫെസ്റ്റിവലിൽ കിട്ടുന്ന കളക്ഷൻ അപ്പാടെ പോയി കഴിഞ്ഞു. ഇതിനൊക്കെ ആരാണ് സമാധാനം പറയുന്നത്? ഇത് ഒരു 6 മാസത്തിന് മുമ്പായിരുന്നു എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പറയുന്നത്, ഞങ്ങൾക്ക് ഈ 6 മാസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് 50% കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് സിനിമ കളിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ സിനിമകൾ അന്ന് ഷൂട്ടിംഗ് നടത്തണ്ടായിരുന്നു. അവരവരുടെ പോക്കറ്റിൽ ആ പൈസ ഇരിക്കുമായിരുന്നു. അല്ലെങ്കിൽ കടം വാങ്ങി ഇതെടുക്കേണ്ട, പലിശ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇത് ഒരു 40 ദിവസങ്ങൾക്ക് മുമ്പ് അവരാദ്യമായി ഒരു കത്ത് തരുന്നു. ആ കത്തിലെ വാചകം ഞാൻ പറയാം. അതായത് ഡിസംബർ 16 മുതൽ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കണമെങ്കിൽ മുൻപുണ്ടായിരുന്ന 60-40 എന്ന ക്രമത്തിന് പകരം 50-50 എന്ന റേഷ്യോയിലേക്ക് കളിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ തരികയുള്ളൂ. ഇത് നിങ്ങളുടെ അംഗങ്ങളെ അറിയിക്കുക. ഇതേ വാചകമാണ് അതിലെഴുതിയിരിക്കുന്നത്, അറിയിക്കുക എന്ന ഒരു കത്താണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ തന്നെ ഞങ്ങളതിന് മറുപടി നൽകി. ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സംയുക്തമായ ഒരു മീറ്റിംഗ് കൂടി ഈ കത്തിനെ പറ്റി വിലയിരുത്തി അതിനൊരു അപ്പം തന്നെ മറുപടിയും നൽകി. ഇത് ഞങ്ങൾക്ക് ഇത് വച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരികെ എത്താം. ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജു അക്കര നമ്മോടൊപ്പം തത്സമയം ചേർന്നുണ്ട് കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും. ഇവിടെ നിരന്തരമായി സിനിമാ വിഷയവുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങുകൾ നടക്കുന്നു. ആദ്യഘട്ടത്തിൽ സ്വാഭാവികമായും കൃത്യമായി നിങ്ങളുടെ നിലപാടുകൾ അറിയിക്കാനുള്ളൊരു വേദി ആവണം. പക്ഷെ അതിനുശേഷവും ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ കടുംപിടുത്തം തുടരുന്നത് ഈ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ആരോപണം അതുതന്നെയാണ്, ഇന്നിപ്പോൾ ഈ ചർച്ചയിലും ഉയർന്നു വന്ന ആരോപണം അതുതന്നെയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കടുംപിടുത്തം തുടരുന്നു? ശ്രീ അഡ്വക്കേറ്റ് ഷാജു അക്കര. ഫിലിം എക്സിബിറ്റർ ഫെഡറേഷന് കടുംപിടുത്തമില്ല. അതായത് കേരളത്തിൽ 1800ഓളം തിയേറ്ററുകളിൽ നിന്ന് 550 തിയേറ്ററുകളിലേക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. പല വർഷങ്ങളായി ഈ ആവശ്യം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ മുന്നിലും പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മുന്നിലും ചേംബറിലും ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ശരിയാക്കാം, പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാക്കാമെന്ന് പറഞ്ഞ് വർഷങ്ങൾ കടന്നു പോയിട്ടും ഒരു തീരുമാനമാകാത്ത സാഹചര്യത്തിൽ 2015 കേരള ഫിലിം ചേംബർ വിളിച്ച യോഗത്തിൽ ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ച് ഈ ആവശ്യം ഞങ്ങൾ വളരെ ശക്തമായി വീണ്ടും ആവശ്യപ്പെട്ടു. അപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് ശരിയാക്കാം, നമുക്ക് നോക്കാം എന്നുള്ള മറുപടികളല്ലാതെ വ്യക്തമായ ഒരു മറുപടി ഞങ്ങൾക്ക് ലഭിച്ചില്ല. ആയതുകൊണ്ടാണ് ഞങ്ങൾ നവംബർ 1-ാം തീയതി മുതൽ ഞങ്ങൾ ഡിസംബർ 16 മുതൽ ഇറങ്ങുന്ന ചിത്രങ്ങൾക്ക് ഇത് തരാൻ നിർബന്ധിതരമാകും, ഞങ്ങളുടെ തിയേറ്ററുകൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിലാണ് ഈ ടേംസിലേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടത്. ശ്രീ ഷാജു അക്കര, അവിടെ ഒരു വിഷയം ഉള്ളത്, ഇത് പ്രായോഗികമായി വിഷയം പരിഹരിക്കപ്പെടേണ്ടതാണ്. അതിനുള്ള നിർദ്ദേശങ്ങൾ സ്വാഭാവികമായും ഫിലിം ചേംബർ പോലെയുള്ള അല്ലെങ്കിൽ ഒരു പക്ഷേ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന പിന്നീട് ചർച്ചകളിലൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഈ ഒരു നിലപാടിൽ 50:50 എന്ന ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഒരു പക്ഷേ ഫിലിം ചേംബറിന്റെ മീറ്റിങ്ങുകളിലായാലും ഒക്കെ ഇറങ്ങിപ്പോയിക്കൊണ്ട് ധാർഷ്ട്യത്തോടു കൂടി പെരുമാറിയുന്നത് അടക്കമുള്ള പ്രശ്നങ്ങൾ, ഒരു പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ട എന്ന ഒരു തീരുമാനത്തോടു കൂടി പ്രശ്നങ്ങൾ വഷളാക്കുന്ന രീതിയിലേക്ക് എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ നിലപാടുകൾ പോകുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ
സ്വാഭാവികമായും പൊതുജനങ്ങൾക്കിടയിൽ ആ വിധത്തിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ശ്രീ ഷാജു അക്ര. അത് ചേംബർ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെയും കൂടി അപ്പെക്സ് ബോഡിയാണ് ചേംബർ. ചേംബറിൽ ഞങ്ങൾ പോയിരുന്നു, അവരുമായി സംസാരിച്ചു. മാർച്ച് 31 ശേഷമേ ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം പോലും എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങളുടെ മുന്നിൽ വന്നത്. ഇത് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു ആവശ്യമാണ് ഞങ്ങളുടെ. ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് സിനിമ കടന്നു വന്നിട്ട് ഏകദേശം 10 വർഷങ്ങളോളമായി കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും. അന്നു മുതൽ ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ടും ഒരു പ്രതിവിധിയും കാണാതെ ഇതുമായി മുന്നോട്ട് പോകുന്നു. പല കാര്യങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നു. പിന്നെ ഈ 1800 എന്ന തിയേറ്ററുകൾ 550 ചുരുങ്ങിയത് തന്നെ ഈ നിലനിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഞങ്ങൾക്കും ഞങ്ങളുടേതായ ചിലവുകളുണ്ട്. തിയേറ്റർ നടത്തിപ്പ് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും കടുത്തൊരു നിലപാടിലേക്ക് പോയത്. ഞാൻ തിരികെ എത്താം. ശ്രീ കല്ലൂർ ശശി, ശ്രീ ഷാജു അക്ര പറഞ്ഞതുപോലെയാണോ കാര്യങ്ങൾ? ഒരിക്കലും അല്ല. അതായത് അവർ പറയുന്നു കഴിഞ്ഞ 2 വർഷമായിട്ടല്ലോ 1 വർഷമായിട്ടോ ഇത് നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വേദിയിലും അവരുന്നയിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ അവസാനമായി പറയുന്നു ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ച് അവർ നടന്നതിൽ ഞങ്ങൾ ഈ പ്രശ്നം ഞങ്ങൾക്കിത് വേണം, അതും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ ചേംബർ മീറ്റിങ്ങിൽ ഇറങ്ങിപ്പോയിട്ടില്ല എന്നെങ്ങനെയാണ് ഷാജു പറയുന്നത്? ചേംബർ മീറ്റിങ്ങിൽ ചേംബർ പ്രസിഡന്റ് അവസാനമായി ചർച്ചകൾക്കൊടുവിൽ അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. മാർച്ച് 31 വരെ ക്ഷമിക്കുക, തൽസ്ഥിതി തുടരുക. അതിനുള്ളിൽ നമുക്ക് സർക്കാരിൽ നിന്ന് നേടിയെടുക്കേണ്ട പല കാര്യങ്ങളും കൂട്ടായി നിന്ന് നേടിയെടുക്കാം. അതിനുള്ളിൽ തന്നെ സംഘടനകൾ തമ്മിൽ ചർച്ച ചെയ്ത് ഒരു പരിഹാരം, ഇതിന് രമ്യമായ പരിഹാരം ഉണ്ടാക്കാമെന്നാണ് അദ്ദേഹം വച്ച ഒരു നിർദ്ദേശം. ഞങ്ങൾക്കത് കഴിയില്ല, ഞങ്ങൾക്ക് 50-50 നിന്നും വിട്ടു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അപ്പം തന്നെ ആ മിനിറ്റിൽ തന്നെ അവരവരുടെ ഇത് അറിയിച്ചതാണ്, അവരുടെ തീരുമാനം അറിയിച്ചതാണ്. ഞങ്ങളെല്ലാം അതിനനുകൂലമായിരുന്നു. മാർച്ച് 31 തൽസ്ഥിതി തുടരുക, അതിനുള്ളിൽ ചർച്ചകൾ നടത്താം, നമുക്കൊരു ടേബിളിന് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷെ അതിനുള്ള ഒരു വേദി കൂടി അവർ നിഷേധിച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ ബഹുമാനായ കൾച്ചറൽ മിനിസ്റ്റർ ശ്രീ AK ബാലൻ അദ്ദേഹം വടക്കാഞ്ചേരിയിൽ ഈ ഒരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാൻ വിളിച്ചത്. അദ്ദേഹവും ഇതേ നിർദ്ദേശമല്ലേ വെച്ചത്, നിങ്ങൾ തൽസ്ഥിതി തുടരുക, ഞങ്ങൾ ഒരു കമ്മീഷനെ വെച്ചിട്ടുള്ള പ്രതിസന്ധിക്ക് എന്താണ് പരിഹാരമെന്ന് കണ്ടുപിടിച്ചിട്ടൊരു നിർദ്ദേശം എത്രയും പെട്ടെന്ന് തരാം, അതുവരെ തൽസ്ഥിതി തുടരുക, സിനിമകൾ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ദാക്ഷ്യത്തോടുകൂടി ഇറങ്ങിപ്പോവുക തന്നെയാണ് ഉണ്ടായത്. പിന്നെ 1800 തിയേറ്ററും 1500 തിയേറ്ററും എന്നുള്ളത് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സങ്കല്പം മാത്രമാണ്. അത് തിയേറ്ററുകൾ എങ്ങനെ അത് കുറഞ്ഞു 550 എത്തി എന്നുള്ളതിന് അവർ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു പ്രതിസന്ധിയാണ്. കാരണം കുറേ കാലത്തിന് മുമ്പ് ഈ സിനിമ കാണാൻ വരുന്ന വ്യൂവേഴ്സ് കുറച്ചു കാലം തിയേറ്ററിൽ നിന്ന് അകന്നു നിന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പം തിയേറ്ററിൽ ആൾ വരാത്തിടത്തോളം കാലം തിയേറ്റർ നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ തിയേറ്റർ നടത്തിക്കൊണ്ടു പോകുന്നതിന് പകരം അവർ ചെയ്തതെന്താണ്, അത് വിറ്റ് കല്യാണ മണ്ഡപങ്ങളും ഷോപ്പിംഗ് മാളുകളും ഒക്കെയായി മാറ്റി. അവിടെയും അവർക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 500-550 തിയേറ്ററിലേക്ക് ഒതുങ്ങി. പക്ഷേ ഇപ്പോഴെന്താണ് സ്ഥിതി? ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം 2 വർഷം കൊണ്ട് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? പുതിയ തിയേറ്ററുകൾ ഉള്ള തിയേറ്റർ നവീകരിച്ച് ഒരു തിയേറ്റർ തന്നെ 3-4 തിയേറ്ററുകളായി മാറുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? തിയേറ്റർ ബിസിനസ് വളരെ നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ടാണ്. ഇപ്പോഴത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു റേറ്റാണ്. ഇത് കൊടുത്ത് കാണാൻ ഇവിടെ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പം ഈ കഴിഞ്ഞ 2016 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറേ വർഷത്തിന് ശേഷം മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു. കാരണം ആകപ്പാടെ കഴിഞ്ഞ ഈ ഒരു പ്രതിസന്ധി വരുന്നവരെ 123 സിനിമകളാണ് ഇവിടെ റിലീസായത്. ആ സിനിമകളിൽ ഏതാണ്ട് 28 സിനിമകളോളം ഹിറ്റാവുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് പോവുകയോ ഒക്കെ ചെയ്ത ഒരു കാലഘട്ടമാണ്. ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. കഴിഞ്ഞ 152 സിനിമ കഴിഞ്ഞ വർഷം 2015 റിലീസായപ്പോഴും ഇവിടെ ഓടിയത് വെറും 18-20 സിനിമകൾ മാത്രമാണ്. 123 സിനിമകളിൽ 28 സിനിമ വളരെ നല്ല കളക്ഷൻ നേടി. അതിലും 3-4 സിനിമ അഭൂതപൂർവമായ കളക്ഷൻ ഉണ്ടായിരുന്നു ഈ വർഷമുണ്ട്. ഒരു സിനിമയുടെ കളക്ഷൻ ഈ പുലിമുരുകൻ മാത്രം മതിയല്ലോ അവർക്ക് ഇനി അടുത്ത ഒരു വർഷം കൂടി നടത്തിക്കൊണ്ടു പോകാൻ.
അപ്പം ഈ കണക്കുകളൊന്നും നമ്മളോട് പറയണ്ട. ഈ കണക്കുകളൊക്കെ ഞങ്ങൾക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇത് നഷ്ടമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഞാൻ ഈ ഇത് സംഘടനാ രംഗത്ത് വന്നിട്ട് ഏതാണ്ട് 12-13 വർഷത്തോളമായി സജീവമായി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഈ 12-13 വർഷവും ഇവർ പറയുന്നത് ഞങ്ങൾക്ക് 122 കോടി നഷ്ടം ഒരു വർഷവും ഓരോ വർഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിൽ നിന്ന് ഒരു മാറ്റം ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. ഇന്നൊരു ചാനലിൽ അതിൻ്റെ പ്രസിഡന്റ് ഇത് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് പറയുന്നത് ഇപ്പോഴും 118ആയി. 122 4 കോടി കുറച്ചു, ഇപ്പം 118ആയി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ കാര്യങ്ങളൊന്നും സത്യസന്ധതയോടെ കാണാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നിർമ്മാതാവിൻ്റെയോ വിതരണക്കാരൻ്റെ വേദന മനസ്സിലാക്കാനോ എന്തുകൊണ്ട് തിയേറ്ററുകാരൻ മെനക്കെടുന്നില്ല? ഞാൻ തിരികെ എത്താം. ശ്രീ വിജയകൃഷ്ണ, ഒരു പക്ഷേ മലയാള സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ പല സവിശേഷതകളും കല എന്നുള്ള ഒരു മേഖലയ്ക്ക് ഒരുപക്ഷെ മലയാളികൾ നൽകുന്ന ഒരു പ്രത്യേകത കൊണ്ടൊക്കെ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ മറ്റൊരു തലത്തിൽ നിന്ന് ഒരുപക്ഷെ ഒരു ദൈവികമായ എന്ന തലത്തിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു നിരീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സർക്കാർ ഇടപെടേണ്ട ഘട്ടമായി, അല്ലെങ്കിൽ ഒരു കമ്മീഷനെ നിയമിക്കാം ഈ വിഷയങ്ങൾ പഠിക്കാൻ എന്ന് പോലും എന്നൊക്കെ പറയുമ്പോൾ വളരെ ഗൗരവതരമായ ഒരു മേഖലയിലേക്ക് അത് കടക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രവണതകൾ, അതായത് ഈ പ്രത്യേകിച്ച് ഈ ഒരു പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വന്ന പ്രവണതകൾ, അതിപ്പോൾ ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കപ്പെടും. പക്ഷെ അതിനും അപ്പുറത്തേക്ക് എങ്ങനെയാണ് ഇത് സിനിമാ മേഖലയെ, അതിൻ്റെ ഈ ഒരു ഫ്രീ ഫ്ലോയെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? ഈ സിനിമ കലയെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് കലയാണെന്ന് വിശ്വസിക്കാത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് തിയേറ്റർ ഉടമകളാണ്. കലാപരമായ സിനിമകൾ അവിടെ റിലീസ് ചെയ്യാൻ അവർക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ? പലരും വളരെയേറെ അധ്വാനിച്ചിട്ടായിരിക്കും അവിടെ ഒരു ഷോയോ 2 ഷോയോ നേടിയെടുക്കുന്നത്. കാരണം ഈ കലാപരമായ സിനിമ എടുക്കുന്നവർ ശത്രുക്കളാണെന്നുള്ള മട്ടിലാണ് തിയേറ്റർ ഉടമകൾ എക്കാലത്തും പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സിനിമ കലയാണ് എന്നുള്ള ഒരു ചിന്തയും ഇവരുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ കച്ചവടം മാത്രമാണ്, കച്ചവടമായിട്ട് തന്നെയാണ് അവരത് കാണുന്നതുമൊക്കെ. ഈ തിയേറ്ററുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് വന്നതും സിനിമകളുടെ എണ്ണം കൂടിക്കൊണ്ടുവന്നതും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് യുക്തിസഹമാണെന്ന് തോന്നും. കാരണം സിനിമ നഷ്ടമാണെങ്കിൽ എങ്ങനെ സിനിമ കൂടുന്നു, തിയേറ്റർ ലാഭമാണെങ്കിൽ എന്തുകൊണ്ട് തിയേറ്റർ കുറഞ്ഞു? പക്ഷേ അതിനൊക്കെ അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അത് ഈ തികച്ചും നമുക്ക് ഈ തരത്തിൽ പറയാവുന്ന, വളരെ ലളിതമായിട്ട് പറയാവുന്ന കാരണങ്ങളൊന്നുമല്ല. ഇപ്പോൾ ഡിജിറ്റലായിട്ട് ഫിലിം മേക്കിംഗ് വന്നപ്പം ഒരുപാട് അത്യാർത്തി കൊണ്ട് പലരും സിനിമാക്കാരാകാൻ ആഗ്രഹിക്കുന്ന പലരും അങ്ങനെ ധാരാളം ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. ഇവർ കുറേ പേര് കൂടി വളരെ ചെറിയ ബഡ്ജറ്റിലൊക്കെ സിനിമ എടുക്കുന്നുണ്ട്. ഈ ബഡ്ജറ്റ് കൂടുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സിനിമകളും ഈ കാലത്താണ് വരുന്നത്. പഴയ കാലത്ത് സാധിക്കുന്നതിനേക്കാളേറെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഇന്ന് സിനിമ എടുക്കാൻ സാധ്യമാണ്. അങ്ങനെ ചെറിയ ബഡ്ജറ്റിൽ വരുന്ന താരങ്ങളില്ലാത്ത പല പടങ്ങളും വിജയിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ചില കാരണങ്ങളാണ് ഈ സിനിമ എണ്ണം കൂടുന്നതിന് കാരണം. കാരണം ഇവിടെ ധാരാളം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നു, സിനിമയെക്കുറിച്ചുള്ളൊരു അവയർനെസ് വരുന്നു, പഴയതിനേക്കാളേറെ കൂടുതൽ ആസ്വാദകർ വരുന്നു. അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റമാണ് വാസ്തവത്തിൽ സിനിമ കൂടുവാൻ കാരണം. ഇനി തിയേറ്റർ കുറയാൻ കാരണമാണെങ്കിൽ തിയേറ്ററുകൾക്ക് അടിസ്ഥാനപരമായ ചില യോഗ്യതകൾ വേണം എന്ന് പറയുമ്പോൾ അതിനോട് പ്രതിഷേധിക്കുന്നു. ആ തരത്തിൽ അത് പുതുക്കുന്നതിനേക്കാൾ നല്ലത് അത് മറ്റൊന്നായിട്ട് മാറ്റുന്നതാണ് എന്നൊരു ചിന്ത വരുന്നു. ഇപ്പോൾ പല തിയേറ്ററുകളും ഉച്ചവരെ അവർ കല്യാണ മണ്ഡപങ്ങളും ഉച്ചയ്ക്ക് ശേഷം സിനിമാ തിയേറ്ററുമായിട്ട് നടക്കുന്നുണ്ട്. സിനിമാ തിയേറ്റർ നടത്തിക്കൊണ്ട് പോകുന്നതിന് വളരെ ബുദ്ധിപരമായിട്ട് പലരും പല വഴികളും ആലോചിച്ചിട്ടുണ്ട്. അവർക്കൊന്നും വലിയ നഷ്ടമൊന്നും വരുന്നില്ല. സിനിമാ തിയേറ്ററുകളുടെ എണ്ണവും ഇപ്പോൾ കൂടി വരികയാണ്. മുമ്പ് ഈ സിനിമാ തിയേറ്റർ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അധികവും വൻ നഗരങ്ങളിലൊന്നുമല്ല, ചെറിയ നഗരങ്ങൾ. അതിനൊരു കാരണമുണ്ട്. നമ്മൾ ഈ ചെറുപട്ടണങ്ങളിലൊക്കെയുള്ള ആളുകൾ അവിടെ വളരെ മോശം പ്രൊജക്ഷൻ സിസ്റ്റമൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത്. അതായത് ഈ ഫിലിമായിരുന്ന കാലത്ത് ഒറ്റ പ്രൊജക്ടറാണ്. അപ്പം ഞങ്ങളൊക്കെ നാട്ടിൻപുറത്ത് പറയുന്നത് ഇതിന് 3 ഇൻ്റർവെല്ലാണെന്നാണ്. ശരിയായ ഇൻ്റർവെല്ല അല്ലാതെ ഒരു പ്രൊജക്ടറിലെ അത് എടുത്തു മാറ്റി അടുത്ത പ്രൊജക്ടർ വയ്ക്കുമ്പോഴേക്ക് ഒരു 5 മിനിറ്റ് നിർത്തിവെക്കുകയാണ്. അങ്ങനെ നിർത്തിവെച്ചിരുന്ന ഒരു കാലം ഇന്ന് പറ്റില്ലല്ലോ. ഇന്ന് ആരും അത് സഹിക്കില്ല അങ്ങനെ സിനിമ കാണിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്തു? നഗരത്തിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഈ തിയേറ്ററുകൾ, സൗകര്യമില്ലാത്ത തിയേറ്ററുകൾ പിന്നീട് പൂട്ടി ഇടേണ്ട അവസ്ഥ വന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഫെഡറേഷൻകാരെന്താ ചെയ്തത്? പല BC തിയേറ്ററുകൾ അവർ പണം മുടക്കി ഈ കാലത്തിനൊപ്പിച്ച് മാറാൻ ശ്രമിച്ചപ്പോൾ അവിടെ പടം കൊടുക്കുന്നതിനെ എതിർക്കുകയല്ലേ അവർ ചെയ്തത്? കാരണം കാലത്തിനൊത്ത് മാറാൻ ഭയങ്കര മടിയാണ് നമ്മുടെ സിനിമാക്കാർക്ക്. അത് എല്ലായിടത്തും അസ്വസ്ഥതകളുണ്ടാവും. സാങ്കേതികമായിട്ടുള്ള പുതിയ വികാസങ്ങളുണ്ടാകുമ്പോൾ എല്ലാ മേഖലകളിലും ഉണ്ടാവും. പക്ഷേ അതിൻ്റെ സൗകര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അത് അനിവാര്യതയാണെന്ന് മനസ്സിലാക്കണം. ഈ പറഞ്ഞ ഡിജിറ്റൽ പ്രൊജക്ഷൻ
ഗോപാലകൃഷ്ണനൊക്കെ ആദ്യം വന്നപ്പോൾ ഇവിടെ എതിർപ്പായിരുന്നില്ലേ മുഴുവനും. ഇന്നിപ്പോൾ അതല്ലാതെ പറ്റില്ല എന്ന് വന്നപ്പോഴാണ് അവരത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെയും പലതും കൃത്രിമം കാണിക്കാൻ പഴുതുകളില്ലാത്ത രീതിയിൽ വരുന്നത് പലർക്കും അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ട് ഈ സിനിമയിൽ കൂടെ ചില നീല ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് കാണിക്കും. ഇപ്പം ക്യൂബിൽ നിന്ന് കിട്ടുന്ന ഫിലിമിൽ അത് സാധ്യമല്ല. അങ്ങനെയൊക്കെയുള്ള തരത്തിൽ മാറിയപ്പോൾ, കൃത്രിമം നടത്താൻ സാധ്യമല്ലാതെ വന്നപ്പോൾ ഉണ്ടായ അസ്വസ്ഥതയാണ് ഈ പല അസ്വസ്ഥതയൊക്കെ. അഡ്വക്കേറ്റ് ഷാജു അക്കര, അതാണ് ഒരു പ്രധാന ആരോപണം. നേരത്തെ അതുപോലെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ വലിയൊരു വിഷയമുള്ളത് കാര്യങ്ങളിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. മാർച്ച് 31 വരെ എന്ന് പറയുന്നത് സർക്കാർ അടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാലയളവായിരുന്നു. അതുവരെ കാത്തിരിക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു എടുത്തത് കൊണ്ടാണ് ഇത്രയേറെ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അഡ്വക്കേറ്റ് ഷാജു അക്കര. മുൻ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു ബാലകൃഷ്ണൻ കമ്മിറ്റി നിലവിൽ വന്നു. കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി നിലവിൽ വന്നു. ഏകദേശം 12 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതിനൊന്നും ഒരു റിസൾട്ട് ഉണ്ടാവുന്നില്ല, ഒരു തീരുമാനമാകുന്നില്ല. കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു പാക്കേജ് അന്നത്തെ സാംസ്കാരിക മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊണ്ടുവന്നു. അതും ഫലം കണ്ടില്ല. ഇതിൻ്റെ എല്ലാം നഷ്ടം അനുഭവിക്കുന്നത് തിയേറ്ററുകാരനാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊരു കലാമൂല്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിനേക്കാൾ ഉപരി ഇതൊരു കച്ചവടവും തന്നെയാണ്. ഇത് രണ്ടും കൂടി പോയാലേ ഈ വ്യവസായം നിലനിൽക്കുകയുള്ളൂ. കറണ്ട് ബില്ല് അടയ്ക്കുവാനും തിയേറ്ററിലെ ശമ്പളം കൊടുക്കുവാനും മറ്റ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനും എല്ലാം ചിലവുകൾ തന്നെയാണ് ഞങ്ങൾക്കും വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്ന് ഈ പാക്കേജ് നടപ്പിലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനൊരു സാഹചര്യം നിലവിൽ വരില്ലായിരുന്നു. എന്തുകൊണ്ടോ എന്തൊക്കെയോ നിയമക്കുരുക്കുകൾ പറഞ്ഞ് അതില്ലാതെയാക്കി കളഞ്ഞു. ഇതുകൊണ്ടാണ് തിയേറ്റർ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിച്ചത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം 1978 വന്നപ്പോഴാണ് ഈ ടേംസിൽ ഒരു വർധനവ് കൊണ്ടുവന്നത്. അന്നത്തെ കോസ്റ്റ് വെച്ച് നോക്കിയപ്പോൾ ഈ സിനിമാസ്കോപ്പ് ചിത്രങ്ങൾ കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ തിയേറ്ററുകാരൻ കൂടി സഹകരിക്കണം. അത്രയും അഡ്വാൻസ് ചെയ്ത് നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ അന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ അതുമായി സഹകരിച്ചു. നവീന രീതിയിലുള്ളൊരു സിനിമ 78 തച്ചോളിയമ്പ് വന്നപ്പോഴാണ് ഈ മാറ്റം കേരളത്തിൽ ആദ്യം കൊണ്ടുവന്നത്. അതിനുശേഷം വർഷങ്ങൾ കടന്നുപോയി. ഏകദേശം 10 വർഷത്തോളമായിട്ട് കേരളത്തിലെ 99 അല്ലെങ്കിൽ 100% തിയേറ്ററുകൾ ഡിജിറ്റൽ സംവിധാനത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡിജിറ്റൽ സംവിധാനം വന്നപ്പോൾ തന്നെ ഏകദേശം വലിയൊരു സംഖ്യ പ്രൊഡ്യൂസർക്കും ഡിസ്ട്രിബ്യൂട്ടർക്കും ലാഭകരമായി. ഇതിലൊന്നും അവർ കണ്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ വീതത്തിൽ ഒരു കുറവ് വരുത്തിയില്ല. പഴയ വീതവുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഒരു ഗത്യന്തരവുമില്ലാത്ത ഒരു സാഹചര്യമാണ് ഞങ്ങളുടെ മുന്നിൽ വന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കർശന നിലപാടിലേക്ക് തിരിയേണ്ടി വന്നത്. അതായത് ഈ അദ്ദേഹം പറഞ്ഞതിനോട് ഒരു ഭാഗികമായി ഞാനും യോജിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ UDF ഗവൺമെൻറ്റിന് മുമ്പുള്ള LDF ഗവൺമെൻറ്റാണ് ഇതിനൊരു തുടക്കം കുറിച്ചത്. സിനിമയിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ച്, അതായത് ഈ T ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കും. അതിൻ്റെ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു. റിപ്പോർട്ട് വന്ന് അതിനൊരു ചർച്ചയൊക്കെ അന്ന് ബഹുമാനായ മന്ത്രി 2-3 മന്ത്രിമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ചേളമരം കരിയും അങ്ങനെ തുടങ്ങി എല്ലാവരും ചേർന്ന് മീറ്റിംഗ് വിളിക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ അവരത് നടപ്പാക്കാനായിട്ട് തുനിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുകയും അങ്ങനെ ആ പ്രോസസ്സിലേക്ക് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ UDF ഗവൺമെൻറ് വന്നത്. UDF ഗവൺമെൻറ് വന്നപ്പോൾ T ബാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട് മാറ്റിവെക്കുകയും പുതുതായിട്ട് ഞങ്ങളുടെ നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ 2 വർഷം കഴിഞ്ഞ UDF ഗവൺമെൻറ് പിന്നിട്ടതിന് ശേഷം അടൂർ ഗോപാലകൃഷ്ണനെ ഇതിലേക്ക് വേണ്ടി അടൂർ ഗോപാലകൃഷ്ണൻ അടങ്ങുന്ന 5 അംഗ കമ്മിറ്റിയെ നിയോഗിക്കുകയും അവർ ഒരു നല്ല റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. വളരെ നല്ലൊരു റിപ്പോർട്ടായിരുന്നു. അതായത് ഡിസ്ട്രിബ്യൂട്ടർക്കും പ്രൊഡ്യൂസർക്കും തിയേറ്ററുകാർക്കും ഏറെ ആശ്വാസം പകരുന്ന, അതായത് സിനിമാ മേഖലയ്ക്ക് മൊത്തം ആശ്വാസം പകരുന്ന റിപ്പോർട്ടായി. പക്ഷേ ആ റിപ്പോർട്ട് ഇന്നും പേപ്പറിൽ തന്നെ അവശേഷിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ മാസം തന്നെ ഞങ്ങളുടെ നിവേദനം ഇതായിരുന്നു: ദയവ് ചെയ്ത് ഈ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, സർക്കാരിന് വലിയ നഷ്ടം സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നടപ്പാക്കി തരണം എന്ന് ഞങ്ങൾ ഒത്തിരി അപേക്ഷിച്ചതാണ്. പക്ഷെ നാളിതുവരെ അത് നടപ്പായിട്ടില്ല. സിനിമ ഒരു വ്യവസായമായി പ്രഖ്യാപിച്ചെങ്കിൽ
ആദ്യത്തെ ഒരു കാര്യം, ഒരു പടി പ്രഖ്യാപിച്ചെങ്കിൽ തന്നെ ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ ധാരാളമാവുമായിരുന്നു. അതും ചെയ്തിട്ടില്ല. പിന്നെ ഇത്തവണ നടന്നിട്ടുള്ള ചർച്ചകളിലും ഈ വിഷയം ആവർത്തിച്ചുന്നയിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതെല്ലാം ഞങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ എല്ലാവരും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലും ഈ ഒരു വിഷയം എങ്ങനെയാണ് ഈ വിഷയം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു 4-5 ദിവസത്തിന് മുമ്പ് പേപ്പർ വാർത്തയിൽ നിന്ന് മനസ്സിലായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറ് തന്നെ അദ്ദേഹം വളരെ ക്രുദ്ധനായി സംസാരിച്ചു. ഈ എത്രയോ തവണ ഇത് നാൾക്കൾക്ക് മുമ്പാണ് ഞാൻ റിപ്പോർട്ട് സമർപ്പിച്ചത്, അതിലെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കൂ, ഈ സിനിമാ മേഖല നന്നാവും. പക്ഷേ അതും ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തും അലംഭാവമുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ എന്താണ് ഇച്ഛാശക്തി കുറവെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. അതിപ്പോഴും നീട്ടിക്കൊണ്ടുപോകുന്നു. പക്ഷേ ഇപ്പം പറയുന്നു ഞങ്ങളിപ്പോൾ അത് ഉടനെ നടത്തും, ഉടനെ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അത് നടത്തി കാണാൻ ഞങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. എന്നെങ്കിലും അത് നടത്തി കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. അത് ഞങ്ങൾക്ക് മാത്രമല്ല ഉപകാരം, സർക്കാരിനാണ് ഏറ്റവും വലിയ ഉപകാരം. കാര്യം എന്ന് വെച്ചാൽ നികുതി കൃത്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എത്തും. പിന്നെ ഞാൻ ഒരു കാര്യം കഴിഞ്ഞ ഇതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഈ 50-50 എന്ന് പറയുന്ന വിഹിതത്തിൻ്റെ പേരിലാണ് ചർച്ച. അപ്പം സാധാരണക്കാരായ ജനങ്ങൾ പലരും ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ ഒന്ന് വിട്ടുകൊടുത്തുകൂടെ, എന്തുകൊണ്ട് 50-50 ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു കണക്ക് ഞാൻ പറയാം. അതായത് 60-40 എന്ന് പറയുന്ന റേഷ്യോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളതാണ്. ആ 60-40 എന്ന് പറയുന്നത് വെറും കേവലം ഒരാഴ്ചയ്ക്ക് മാത്രമാണ്. ഒരു സിനിമ റിലീസ് ചെയ്താൽ ആദ്യത്തെ ആഴ്ച 60% നിർമ്മാതാവിനും വിതരണക്കാരനും 40% തിയേറ്ററുകാരനും. രണ്ടാമത്തെ ആഴ്ച 45% തിയേറ്ററുകാരന് 55% വിതരണ നിർമ്മാതാവിനും. മൂന്നാമത്തെ ആഴ്ച വരുമ്പോൾ അത് 50-50 രൂപാന്തരപ്പെടുകയാണ്. ഇതൊന്നും ആർക്കും ഈ കണക്കുകൾ ഈ സാധാരണക്കാരായ ആൾക്കാർക്ക് അറിയില്ല. 50-50 ഇതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 60-40 ഇതല്ല കണക്ക്. മൂന്നാമത്തെ ആഴ്ച എത്തുമ്പോൾ 50-50 പോകും. പിന്നെ ഈ പുലിമുരുകൻ വരെ ഇത്രയും ദിവസം ഓടിയതും അത്രയും കളക്ഷൻ നേടിയതും എല്ലാ ദിവസവും എല്ലാ ഷോയും എല്ലാ തിയേറ്ററിലും ഫുള്ളായിട്ടൊന്നും അല്ല. പല തിയേറ്ററിലും ചില ദിവസങ്ങളിൽ ഹോൾഡ് ഓവർ ആയിട്ടുണ്ട്. ഹോൾഡ് ഓവറിൻ്റെ ഒരു ഇത് പറയുന്നല്ല, കൃത്യമായ ഒരു കളക്ഷൻ വന്നില്ലെങ്കിൽ അതിനെ ഹോൾഡ് ഓവർ എന്ന് വിളിക്കും. നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു എമൗണ്ട് വന്നില്ലെങ്കിൽ ആ എമൗണ്ട് വരാത്ത ദിവസങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ അത് ഫുള്ളായിട്ട് പോവുകയാണെങ്കിൽ കൂടി ഹോൾഡ് ഓവർ ആയിക്കഴിഞ്ഞോ തിയേറ്ററുകാർ ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ അന്ന് തൊട്ട് 40% കൊടുത്താൽ മതി നിർമ്മാതാവിനും വിതരണക്കാരൻ, 60% അവരുടെ കീശയിലേക്ക് പോകും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സിനിമ ഓടിക്കഴിഞ്ഞ് നോക്കുമ്പോൾ 25 ലക്ഷം നിർമ്മാതാവിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ 35 ലക്ഷം തിയേറ്ററുകാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഏതാണ്ട് 17-18 ലക്ഷം രൂപ സർക്കാരിനും കിട്ടിയിട്ടുണ്ടാവും. ഇതിൽ ആർക്കാണ് ലാഭമെന്ന് ഈ ഒരു ലഘുവായ കണക്ക് വെച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ ഇവിടെ ഈ 50-50 എന്ന് പറയുന്നതിൽ ഈ 60-40 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ 50-50 ആക്കിയാൽ എനിക്ക് ഒറ്റ കാര്യമേ ഈ ഫെഡറേഷനോട് ചോദിച്ചു ചെയ്യുള്ളൂ, 50-50 തരാം. ഒരു കാര്യം ചെയ്യൂ, ഞങ്ങൾ 10 കോടി രൂപ മുടക്കി എടുക്കുന്ന ഇത് കഷ്ടപ്പെട്ടെടുത്ത് കടം വാങ്ങിയും വീടുകൾ പണയം വെച്ചോ അല്ലെങ്കിൽ അവരവരുടെ സ്ഥലങ്ങൾ പണയം വെച്ചും കടമായിട്ടും എടുത്ത് ഈ സിനിമ നിർമ്മിക്കുന്ന സിനിമ നിങ്ങളുടെ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ 50% കോസ്റ്റ് വിഹിതമായി നിങ്ങൾക്ക് ആദ്യമേ തന്നെ തരാൻ പറ്റുമോ? ഞങ്ങൾ 50-50 സമ്മതിക്കാം. അപ്പോൾ 10 കോടി ഞങ്ങൾ മുടക്കി കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ തിയേറ്ററുകൾ പ്രദർശിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് 50% വേണമെങ്കിൽ നിങ്ങളൊരു 50% എടുത്തോ എന്ന് പറയുന്ന ഒരു രീതി എങ്ങനെയാണ് സമ്മതിക്കുക ഷാജു? ശ്രീ വിജയകൃഷ്ണ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് മുന്നിൽ ഈ വിഷയങ്ങളിലൊക്കെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അടൂർ കമ്മിറ്റിയുടെ അടക്കമുള്ള കാര്യങ്ങൾ, ഇവിടെ അതിന്റെ പ്രായോഗികമായ വശങ്ങളൊക്കെ ഒരുപക്ഷെ അതിന്റെ നടപ്പാക്കലുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുമാണ്. ഇതിലേക്കൊക്കെ കടക്കുമ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർക്കും നഷ്ടമില്ലാതെ സർക്കാരിനും അതിന്റെ ലാഭം ഉണ്ടാകത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ നടത്താവുന്നതാണ്. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് എന്തുകൊണ്ട് കടക്കുന്നില്ല പലപ്പോഴും? അത് അത്ഭുതകരമാണെന്ന് പറയാം. കാരണം ഈ പറഞ്ഞ അടൂർ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട് അത് നടപ്പിലാക്കാൻ അമാന്തിക്കുന്നു, അല്ലെങ്കിൽ അതിലെന്താണ് പ്രയാസമായി കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗം എതിർത്തെങ്കിൽ അത് മനസ്സിലാക്കാം. പിന്നെ രണ്ടാമത് ഈ അനുപാതക്രമം എന്ന് പറയുന്നത് വേറൊരു തരത്തിൽ നോക്കണം. നമ്മൾ 3 കൂട്ടരുണ്ട് അവിടെ. ഈ തിയേറ്റർ ഉടമ, വിതരണക്കാരൻ, നിർമ്മാതാവ്. അപ്പോൾ ഇതിൽ ഈ 50-50 എന്ന് പറയുമ്പോൾ 50 തിയേറ്റർ ഉടമ എടുത്തു, ബാക്കി 50 രണ്ടാവുകയാണ്. വിതരണക്കാരനും
നിർമ്മാതാവിനുമായിട്ട് അത് ഷെയർ ചെയ്യപ്പെടുകയാണ്. അതും കൂടെ നമ്മൾ നോക്കണം. കാരണം പല ചിത്രങ്ങളെ സംബന്ധിച്ച് ഈ വിതരണം എന്ന് പറയുന്ന പലതരത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഫൈനാൻസ് ചെയ്യുന്നവരുണ്ട്, വളരെയേറെ ഫൈനാൻസ് ചെയ്യുന്നുണ്ട്. പഴയ കാലത്തൊക്കെ മിക്കവാറും ഒരു വിതരണക്കാരനെ ആശ്രയിച്ചാണ് പല നിർമ്മാണവും നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഷെയറൊക്കെ ഈ വിധത്തിൽ പോകുമ്പോൾ അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു ഷെയർ ഘടനയാണത്. ആ ഘടനയിൽ ഇങ്ങനെ പെട്ടെന്ന് മാറ്റം വരുത്തണം എന്ന് പറയുന്നത് ഒരിക്കലും യുക്തിസഹമല്ല. എന്നിട്ട് ഇവിടെ പറഞ്ഞ പ്രായോഗികമായ കാര്യങ്ങളെല്ലാം കൂടി ചിന്തിച്ച് സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വാസ്തവത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള സ്റ്റെപ്സ് തന്നെയാണ്. ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. കാരണം പരിഹാരം തുടക്കത്തിലേ പറയുന്നത് ശരിയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ് ഈ ടാക്സിൻ്റെ പ്രശ്നം. അത് കൂടാതെ ഈ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്ന് ശാഠ്യം പിടിക്കുന്നവരുടെ തിയേറ്ററുകൾ അത് അടച്ചിട്ടാലും വേണ്ടില്ല മലയാള സിനിമ കാണിക്കില്ല എന്ന് പറയുന്നവരുടെ തിയേറ്ററുകളുടെ ലൈസൻസ് റദ്ദാക്കണം, അല്ലെങ്കിൽ സർക്കാർ പിടിച്ചെടുക്കണം. എന്നിട്ട് KSFDC ഏൽപ്പിച്ചോളൂ. ആ തരത്തിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്താലേ ഈ തിയേറ്റർ ഉടമകൾ ഒരു മര്യാദ പഠിക്കും. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. അതെ, അത് മിക്കവാറും ഇങ്ങനെ പോയാൽ വളരെ പെട്ടെന്ന് തന്നെ അത്തരം നടപടികൾ വേണ്ടി വരും. ഞാൻ അതിൽ വളരെ വേഗം ചർച്ചയിലേക്ക് എത്താം. അഡ്വക്കേറ്റ് ഷാജു അക്കര, താങ്കളുടെ മറുപടിയിലേക്കാണ് വരേണ്ടത്. ഞാൻ വളരെ വേഗം എത്താം. ഒരു ഇടവേള കൂടി അനിവാര്യമായിരിക്കുന്നു. ഇടവേളയിലേക്ക് തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. അഡ്വക്കേറ്റ് ഷാജു അക്കര, താങ്കളുടെ മറുപടിയിലേക്കാണ്. അഡ്വക്കേറ്റ് ഷാജു അക്കര, ഇവിടെ ചില സുപ്രധാനമായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒന്ന്, നേരത്തെ ഇവിടെ ഒരുപക്ഷെ നേരത്തെ ഞാൻ ചോദിച്ചതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഈ കമ്മിറ്റികളുടെ റിപ്പോർട്ടുകളുടെ കാര്യത്തിലായാലും ഈ പാക്കേജിന്റെ കാര്യത്തിലായാലും ഒക്കെ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വന്നിട്ടുമുണ്ട്. പക്ഷേ ഒന്ന്, സർക്കാർ അടക്കം ആവശ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു സാവകാശത്തിൽ എന്തുകൊണ്ട് എക്സിബിറ്റേഴ്സ് ഫെഡറേഷന് അതിൽ ഒരു അയവ് വരുത്താനാകുന്നില്ല, ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാതെ? ഒപ്പം തന്നെ ഇവിടെ ശ്രീ കല്യൂർ ശശി സൂചിപ്പിച്ചതുപോലെ തന്നെ 50:50 എന്ന അനുപാതം അംഗീകരിക്കാം, പക്ഷേ ആദ്യം തന്നെ അവരുടെ വിഹിതം അങ്ങ് കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നടക്കം അദ്ദേഹം ചോദിച്ചിരുന്നു. ഇവിടെ നമുക്കറിയാം, ഒരു വ്യവസായം കല കൂടിയാണ്, വ്യവസായം കൂടിയാണ്. അതിന്റെ പല ഭാഗങ്ങൾ കൂടി നിരീക്ഷിച്ച് വേണം ഇത്തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടാൻ. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ഷാജു അക്കര, ശ്രീ കലിയൂർ ശശി പറഞ്ഞ പോലെ ഇതിൻ്റെ 50% എമൗണ്ട് തിയേറ്ററുകാർക്ക് മുൻകൂട്ടി കൊടുക്കാൻ കഴിയുമോ? അപ്പം ഞങ്ങളിതിലൊരു 50% പാർട്ട്ണർ ആകണമെന്നാണോ കലിയൂർ ശശി പറയുന്നത്? എനിക്കത് മനസ്സിലായില്ല അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത്. 50% പാർട്ട്ണർഷിപ്പിൽ ഞങ്ങളും അവരുടെ കൂടെ ഒരു പങ്കാളികളാകണമെന്നാണോ പറയണേ? രണ്ട് വിധത്തിലുമാകാം, പാർട്ട്ണറും ആകാം. ഇല്ല, 50% ഒരു കോസ്റ്റിന്റെ 50% മുൻകൂറായി അഡ്വാൻസായും നൽകാം. അപ്പൊ ഞങ്ങൾക്ക് ഒരു പലിശയെങ്കിലും കുറഞ്ഞിരിക്കുമല്ലോ. അതായത് ഓരോ വ്യക്തികൾക്കും ഓരോ ബിസിനസ്സുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ഒരു പ്രൊഡ്യൂസറാണ്, അദ്ദേഹം ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്, ഞാനൊരു തിയേറ്ററുകാരനാണ്. ഓരോരുത്തർക്കും ഓരോ സെപ്പറേറ്റ് കാര്യങ്ങളാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കലിയൂർ ശശി പറഞ്ഞ ഇത് അവർക്ക് വേണമെങ്കിൽ ആർട്ടിസ്റ്റുമായിട്ട് പങ്കുവയ്ക്കാം. സിനിമയുടെ മേജർ ഭാഗം കൊണ്ടുപോകുന്നത് ആർട്ടിസ്റ്റുകളാണ്. ഒരു പ്രൊഡക്ഷൻ്റെ ഇപ്പോൾ 4 ചിത്രങ്ങൾ ക്രിസ്മസിന് റിലീസാകാൻ നിൽക്കുന്നത് ഏകദേശം 40 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ശരിയായിരിക്കാം. ഈ 40 കോടി രൂപയിൽ ഏകദേശം ഒരു 35 to 40% 10 വ്യക്തികളാണ് കൊണ്ടുപോയിട്ടുള്ളത്. അവരവരായിട്ട് ഷെയർ ചെയ്തോട്ടെ. ഞങ്ങൾക്കറിയാം, ഈ 112 പടങ്ങൾ പിടിച്ച പ്രൊഡ്യൂസർമാരിൽ അവരുടെ കലിയൂർ ശശിയും അവരുടെ പ്രസിഡന്റ് രഞ്ജിത്തും പറഞ്ഞ പോലെ 10-20 ചിത്രങ്ങളെ അവർക്ക് മുടക്കുമുതൽ തിരികെ ലഭിക്കുന്നുള്ളൂ. ഈ തിയേറ്ററുകാരൻ ഇതിന് യാതൊരുവിധ റോളുമില്ല. അവരാണ് ഒരു ഡയറക്ടറെ കണ്ടുപിടിക്കുന്നു, ഒരു സ്റ്റോറി ഡിസൈഡ് ചെയ്യുന്നു. സെൻസറിന് ശേഷമുള്ള കാര്യങ്ങളിലാണ് തിയേറ്ററുകാരൻ ഇടപെടുന്നുള്ളൂ. അവർ ആ സിനിമകൾ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഈ കലിയൂർ ശശി പറഞ്ഞ പോലെ അവർ ആർട്ടിസ്റ്റുകളുമായി ഈ റേഷ്യോ പങ്കുവെച്ചോട്ടെ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ വലിയൊരു ലൈബിലിറ്റി ഒഴിവാവും, അവർ ലാഭം പങ്കിട്ടോട്ടെ. ഞങ്ങളതിനൊന്നും എതിരല്ല. പക്ഷേ ഞങ്ങളുടെ മേഖല തിയേറ്ററുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതിന് ഒരു നിശ്ചിത ചിലവുകളുണ്ട്. ആ ചിലവുകൾ കവർ ചെയ്താലേ ഞങ്ങൾക്കിത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ആ സാഹചര്യം നിലവിൽ കൊണ്ടുവരാനാണ് ഞങ്ങളിത് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഷാജു, 40 കോടി രൂപയുടെ ക്രിസ്മസ് പടങ്ങളിൽ
ഷാജു, ഈ ആർട്ടിസ്റ്റുകളോട് ഒരു ഷെയർ ബേസിസിൽ ഒരു സിനിമ ചെയ്യാമെന്ന് പറയും. നമ്മളെ സംബന്ധിച്ചോളം ആർട്ടിസ്റ്റുകൾ എന്ന് പറയും നമ്മൾ പ്രതിഫലം നൽകി അഭിനയിപ്പിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവരുമായിട്ട് യാതൊരുവിധ ബിസിനസ്സും സിനിമ ഉണ്ടായ കാലം തൊട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ വ്യവസായം ചെയ്യുന്നതാരാ? ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ്. അപ്പം നമ്മൾ തമ്മിലല്ലേ ബിസിനസ് ചെയ്യേണ്ടത്? ഇത് സിനിമ എന്ന് പറയുന്നത് പണ്ട് തന്നെ എല്ലാവർക്കും അറിയാം, പല തവണ പറഞ്ഞിട്ടുള്ളത് ഊഹക്കച്ചവടമാണ്. ഞാനൊരു സിനിമ ഇത്രയും കാശ് മുടക്കി എടുക്കുമ്പോൾ ഞാൻ ആദ്യം എന്താ വിചാരിക്കുന്നത്, ഈ സിനിമയിൽ നിന്നും ഒരു നിശ്ചിത തുക അല്ലെങ്കിൽ കുറേ പൈസയെങ്കിലും ലാഭം കിട്ടും, അതോടുകൂടി എൻ്റെ പേരും ഇതെല്ലാം പ്രശസ്തിയാവുമെന്ന് പറഞ്ഞ്. രണ്ടാമത്തെ ആളായ ഡിസ്ട്രിബ്യൂട്ടർ എന്താ തീരുമാനിക്കുന്നത്, ഞാൻ ഈ പടത്തിന് കുറച്ച് അഡ്വാൻസായി കുറച്ച് തുക നൽകിയാൽ എനിക്ക് കമ്മീഷൻ ഇനത്തിൽ ഒരു വൻ തുക എനിക്ക് ലാഭമാകും, അപ്പോൾ അങ്ങനെ എനിക്ക് ബിസിനസ് നടക്കാം. മൂന്നാമത്തെ വിഭാഗമായ പ്രദർശനശാലകൾ എന്താണ് വിചാരിക്കുന്നത്, ഞാൻ ഈ തിയേറ്ററിന് വിതരണക്കാരന് കുറേ അഡ്വാൻസുകൾ നൽകിയാൽ ആ ചിത്രം എൻ്റെ തിയേറ്ററിൽ കളിച്ച് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം വലിയ രീതിയിൽ എനിക്കും ഉണ്ടാകാം. ഇതെല്ലാം ഊഹക്കച്ചവടമല്ലേ? പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ഊഹക്കച്ചവടത്തിൽ ഏറ്റവും അവസാനമായി നഷ്ടപ്പെടുന്നത് ഒരേ ഒരു വിഭാഗത്തിന് മാത്രമാണ്, നിർമ്മാതാവിന് മാത്രം. നിർമ്മാതാവ് മുടക്കുന്ന പൈസ ആദ്യത്തെ ദിവസം, ആദ്യത്തെ ഷോ കഴിയുമ്പോൾ തന്നെ അറിയാം. ഏതൊരു തിയേറ്ററിലും ഒരു സിനിമ ഇന്ന് റിലീസായി, ഇന്ന് ഉച്ചയ്ക്ക് നൂൺ ഷോ അല്ലെങ്കിൽ മാറ്റിനി കഴിയുമ്പോൾ അറിയാം ആ സിനിമയുടെ ഗതി എന്താണെന്ന്, അത് ഓടുമോ ഇല്ലയോ എന്നുള്ളത്. അതോടുകൂടി അവൻ മുടക്കിയ കോടികൾ അന്ന് പുകയായി മാറുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ലല്ലോ. നിങ്ങളൊരു 2.5 അല്ലെങ്കിൽ 4 5 കോടി മുടക്കി വലിയ രീതിയിൽ തിയേറ്ററുകൾ നവീകരിച്ചു. പക്ഷെ ആ തിയേറ്ററിൽ ശാശ്വതമായി നിലനിൽക്കുകയല്ലേ? സിനിമയുള്ളിടത്തോളം കാലം അവിടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം അങ്ങനെയാണോ? ഇന്നത്തെ പിന്നെ അതുപോലെ ഷാജു പറഞ്ഞത് ഈ ഡിജിറ്റൽ ഇത് വന്നതിന് ശേഷം ഇതിൻ്റെ അനുപാതം മാറ്റണമെന്നാണ്. ഈ ഡിജിറ്റൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് നിർമ്മാതാക്കളാണ്. ഈ ഡിജിറ്റൽ വന്നതിന് ശേഷം പണ്ട് ഒരു പ്രിന്റ് കൊണ്ടുവന്ന് ഒരു തിയേറ്ററിൽ കളിച്ച് ആ തിയേറ്ററിൽ കളി തീർന്ന ആ പ്രിന്റ് കൊണ്ടുവന്ന് അടുത്ത തിയേറ്ററിൽ കൊടുത്ത് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് അതിന് പകരം UFO, ക്യൂബ്, PSD എന്ന് പറയുന്ന വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഞങ്ങൾ അങ്ങോട്ട് പൈസ കൊടുത്ത് നിങ്ങളുടെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയാണ്. അവിടെയും നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു മുടക്കുമുതലും ചിലവാകുന്നില്ല. നിങ്ങളുടെ തിയേറ്ററിലെ ഹോർഡിംഗ് ബോർഡ് അടക്കം ഞങ്ങളുടെ ചിലവിലല്ലേ വെച്ച് തരുന്നത്. അപ്പോൾ ഈ ചെലവെല്ലാം നിങ്ങൾ പറയുന്ന 50% നിന്നും എടുത്തുകൊള്ളണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് ഷാജു? അഡ്വക്കേറ്റ് ഷാജു കര ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പക്ഷേ നേരത്തെ ഞാൻ ചോദിച്ച ആ ചോദ്യം തന്നെ ആവർത്തിക്കുകയാണ്. കാര്യങ്ങൾ ഇത്രയേറെ ഗൗരവതരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതെ നമ്മുടെ സിനിമ ഇൻഡസ്ട്രി പോലും തകർക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ ക്രിസ്മസ് ന്യൂ ഇയർ റിലീസുകൾ പോലും അവതാളത്തിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരുപാട് സിനിമകളുടെ ഒരു ഭാവി തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പോകും മുൻപ് എന്തുകൊണ്ട് അപ്പോഴത്തെ ആ ഒരു നിലപാടിലുള്ള അയവ് വരുത്തിക്കൊണ്ട് നിങ്ങളുടെ നിലപാടുകൾ കൂടുതൽ വ്യക്തമായി മുന്നോട്ട് വെക്കാനുള്ള ഒരു ഓപ്ഷനിലേക്ക് പോയില്ല? അഡ്വക്കേറ്റ് ഷാജു കര. ശ്രീ കലിയൂർ ശശി പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഞങ്ങളുടെ ഹോർഡിംഗ് ബോർഡ് അവർ പോസ്റ്റർ പ്രിന്റ് ചെയ്തു തരുന്നു. ഇതിനെല്ലാം 4% പബ്ലിസിറ്റി ഞങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്. ടോട്ടൽ വരുന്ന ഷെയറിൻ്റെ കൂടെ 4% പബ്ലിസിറ്റി ഇനത്തിൽ ഞങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്. ഈ പബ്ലിസിറ്റിയും ഒഴിവാക്കി തരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതായത് ഞങ്ങളിനി അവരുടെ കയ്യിൽ നിന്ന് ഒരു പോസ്റ്റർ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഒരു ഫ്ലെക്സ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾക്ക് ഈ 4% പബ്ലിസിറ്റി ഒഴിവാക്കി തന്നാൽ മതി. പിന്നെ കലിയൂർ ശശി പറഞ്ഞു ഇതൊരു ഊഹക്കച്ചവടമാണ്. ഞങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ല. ഞങ്ങൾ ഊഹക്കച്ചവടം ചെയ്യുന്നില്ല. ഞങ്ങൾ അങ്ങനെ ഊഹക്കച്ചവടം ചെയ്യാനാണെങ്കിൽ ഞങ്ങൾക്കൊരു പ്രൊഡ്യൂസർ ആയിക്കൂടെ? ഇത് ഓരോരുത്തർക്കും ഓരോ തൊഴിലുകളാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഡയറക്ടർ ആയിക്കൂടെ? അല്ലെങ്കിൽ എല്ലാവർക്കും ഓരോ തൊഴിലുകളുണ്ട്. അതാത് മേഖലയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ പലരും ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് പല തിയേറ്ററുകാരും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചില നിർമ്മിതാക്കളുണ്ടായിട്ടുണ്ട്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. തിയേറ്റർ വ്യവസായം നടത്തുന്ന എല്ലാവരും ഊഹക്കച്ചവടം ചെയ്യണം, അതിൽ പങ്കാളികളാകണം എന്നൊക്കെ പറഞ്ഞാൽ ശ്രീ ശശി സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ വിജയകൃഷ്ണൻ, ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. ഇവിടെ സിനിമാ മേഖലയിൽ സ്ഥായിയായി പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട് എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ. അങ്ങനെ ഒരു ഇടപെടൽ സ്വാഭാവികമായും സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ നിലപാട് എക്സിബിറ്റർ ഫെഡറേഷൻ തുടരുകയും ചെയ്യുകയാണ്. ഇവിടെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഇനി എന്തായിരിക്കും ഈ വിഷയത്തിന്റെ ഭാഗം?
അല്ല, എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാവും ഭാവിയിൽ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അതിനുള്ള അവകാശം പോലും ഈ മാത്രമല്ല, ഇവിടെയൊക്കെ പറയുന്ന കണക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഈ ഡിജിറ്റലായ ശേഷം വാസ്തവത്തിൽ തിയേറ്റർ ഉടമകൾക്ക് ഭാരം കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നാലോചിച്ച് നോക്കൂ, ഈ തിയേറ്ററുകളിലെ സ്റ്റാഫിന്റെ അനുപാതം ഇപ്പൊ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡിജിറ്റലായപ്പോൾ സൗകര്യം കിട്ടിയ ഒരു വിഭാഗമാണ് തിയേറ്റർ ഉടമകൾ. അത് അങ്ങനെ ഈ പുതിയ പരിഷ്കരണം, അപ്പോൾ അതിനോടൊപ്പം പുതിയ വെട്ടിപ്പ് ശൈലികളും അവർ തുടർന്നിട്ടുണ്ട്. ഈ ബുക്കിംഗ് ഫീ എന്ന് പറയുന്നത് അവർ മാത്രമാണ് എടുക്കുന്നത്, അത് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നില്ല. പലപ്പോഴും തിയേറ്ററിൽ ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കെ തന്നെ വേറൊരു ഭാഗത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഇതേ ഷോയ്ക്ക് വേണ്ടി 10-20 രൂപ കൂടുതൽ അവർ വാങ്ങുന്നുണ്ട്. ആ പണവും അവർക്കാണ് പോകുന്നത്. ഇങ്ങനെ ഈ പുതിയ സാങ്കേതിക സൗകര്യങ്ങൾ വന്നപ്പോൾ ആ സാങ്കേതിക സൗകര്യങ്ങളെയും തങ്ങളുടേതായ രീതിയിൽ അവർ മാറ്റിമറിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ട് അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചു പിന്നെയും മുറിവുറപ്പെന്ന് പറയുന്ന അവസ്ഥയിലാണ് തിയേറ്റർ ഉടമകൾ നിൽക്കുന്നത്. ഏതായാലും വളരെ നന്ദി ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ച ശ്രീ വിജയകൃഷ്ണ, ശ്രീ കലിയൂർ ശശി, അഡ്വക്കേറ്റ് ഷാജു അക്കര. ഏതായാലും ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കുന്നു. നമ്മുടെ മലയാള സിനിമ തിയേറ്ററിൽ പോയി പ്രേക്ഷകർക്ക് കാണണം. ജനങ്ങളുടെ ആവശ്യം കൂടിയാണ് അത്. ഇപ്പോൾ തുടരുന്ന തർക്കങ്ങൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിനെ അങ്ങേയറ്റം നശിപ്പിക്കുന്നത് തന്നെയാണ്. ഏതായാലും സർക്കാരിന്റെ ഇടപെടൽ കൂടി വരുന്നു. കാര്യങ്ങൾ പ്രായോഗികമായി തന്നെ പരിഹരിക്കപ്പെടും, സ്ഥായിയായി തന്നെ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സിനിമാ ലോകവും സിനിമാ പ്രേമികളും. ചർച്ച വൈൻഡപ്പ് ആവുകയാണ്.